നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. അവർ യേശുവിനെ എറിയാൻ കല്ലെടുത്തു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 53 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആരാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഓഷ്കു പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്ന് ഉള്ളതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശുവെ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു വേശ്യാസ്ത്രീയെ അവര് പിടിച്ചുകൊണ്ട് വന്ന് ഇവളെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവരൊന്നൊന്നായിട്ട് കല്ലിട്ടിട്ട് തിരിച്ചുപോയി. യേശു അവളോട് ചോദിച്ചു, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലേ? അവരെവിടെ? അവൾ മറുപടി പറയാൻ, ഇല്ല കർത്താവേ. ആ യഹൂദ സ്ത്രീയായ ആ യുവതി പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും അവൾക്ക് കുറ്റബോധമുണ്ടായി. യേശു ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഇതിനോടൊക്കെ അവൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടും ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ യേശുവിൻ്റെ അടുക്കൽ അവൾ മാത്രമായി ശേഷിച്ചിരിക്കുകയാണ്. യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് നമുക്ക് കൃത്യം മനസ്സിലായതുകൊണ്ടാണ് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞത്. ഇല്ല സഹോദര എന്നല്ല, ഇല്ല പ്രവാചക എന്നല്ല, ഇല്ല കർത്താവേ. കർത്താവേ എന്ന് പറഞ്ഞാൽ യഹോവേ എന്നാണ്. ഇല്ല യഹോവേ, എന്നെ ആരും കുറ്റം വിധിച്ചില്ല. അപ്പോൾ ദൈവം രക്ഷിതാവായി മെശിഹയായി വന്നതാണ് യേശു എന്ന് അവൾക്ക് മനസ്സിലായി. അവളത് യേശുവിനോട് പറയുകയാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, മേലാൽ പാപം ചെയ്യരുത്. കർത്താവായ യേശു തൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല, മേലാൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ശക്തി കൂടെ നൽകുകയാണ്. ഇപ്പോൾ പുരോഹിതന്മാരോടൊക്കെ പാപം ഏറ്റുപറയുന്ന ആളുകളുണ്ട്. പുരോഹിതന്മാർ അവരതുവരെ ചെയ്ത പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. പാപം ക്ഷമിക്കപ്പെടുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അവർ പറയുന്നു നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ നാളെ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി നൽകാൻ ഈ പുരോഹിതന്മാർക്ക് സാധിക്കുകയില്ല. എന്നാൽ യേശു അങ്ങനെയല്ല. മോശയെ സംബന്ധിച്ച് മോശയ്ക്ക് ന്യായപ്രമാണം പറഞ്ഞു കൊടുക്കാനല്ലാതെ അതനുസരിക്കാനുള്ള ശക്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശു കൃപയും സത്യവും എന്ന് പറഞ്ഞവനാണ്. അവൻ തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ദൈവവചനം അനുസരിക്കാനുള്ള ശക്തി കൂടെ കൃപ കൂടെ നൽകുന്നവനാണ്. യേശു അതിനുശേഷം തൻ്റെ അടുക്കൽ വന്ന അവരോട് ഒരു പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പാപത്തിൻ്റെയും പിശാചിൻ്റെയും ദാസന്മാരാണ്. പുത്രനായി ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ആ സ്ത്രീയെപ്പോലെ നിങ്ങളും സ്വാതന്ത്ര്യമുള്ളവരായിത്തീരും. നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നവരായി മാറും. നിങ്ങൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും എൻ്റെ ശിഷ്യരാകുകയും ചെയ്താൽ വാസ്തവമായി നിങ്ങൾ സത്യമറിയും, നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അപ്പോൾ യേശു പറയുകയാണ്, അബ്രഹാം എൻ്റെ വചനം പ്രമാണിച്ച ആളാണ്. അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നോർത്ത് സന്തോഷിച്ചിരുന്ന ആളാണ്. കാരണം തൻ്റെ മകനെ മോറിയാമലയിൽ യാഗം കഴിക്കാൻ ഒരുങ്ങിച്ചെന്നപ്പോൾ പകരം ഒരു ആടിനെയാണ് കഴിക്കാൻ ദൈവം ഇടയാക്കിയത്. അത് ദൈവം
ഈ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും എന്നുള്ളതിൻ്റെ നിഴലാണെന്ന് അബ്രഹാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ മകന് പകരം ഒരു കുഞ്ഞാടായി ബലിമൃഗമായി മാറിയ ദൈവം, അല്ലെങ്കിൽ മാറിയതുപോലെ ദൈവം കാൽവറി മലയിൽ വരും, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഇസ്രായേലിൽ വരും എന്നോർത്ത് അബ്രഹാം സന്തോഷിച്ചിരുന്നു. അബ്രഹാം ഇപ്പോൾ അത് കണ്ടുപിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് 50 വയസ്സല്ലേ ആയിട്ടുള്ളൂ? യേശു പറഞ്ഞു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അവർക്കത് മനസ്സിലായില്ലെന്ന് മാത്രമല്ല, അവർ ബഹുമാനിക്കുന്ന അബ്രഹാമിനേക്കാൾ വലിയ ആളാണ് യേശു എന്ന് പറഞ്ഞത് അവർക്ക് ഒട്ടും പിടിച്ചില്ല. അവർ യേശുവിനെ എറിയാൻ കല്ലെടുക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വേശ്യാസ്ത്രീയെ എറിയണം എന്ന് പറഞ്ഞ് കല്ലും കൊണ്ടുവന്ന ആളുകൾ, നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അവിടെ നിന്ന് തുരത്തിയ യേശു, നിങ്ങൾ പാപികളാണ്, ഒന്നല്ലെങ്കിൽ വേറൊരു പാപമുണ്ട് എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ലാതെ അബ്രഹാമിൻ്റെ മക്കളായ ഞങ്ങളെല്ലാം സ്വർഗാവകാശികളാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് അവർ യേശുവിനെ എറിയാൻ കല്ലെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർവജ്ഞാനിയായ യേശുവിനെ അറിയാമായിരുന്നു. കല്ലിൽ നിന്ന് ഞാൻ ആ സ്ത്രീയെ രക്ഷിച്ചാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞുള്ള എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ഈ യഹൂദന്മാർ എന്നെ അറിയാൻ കല്ലെടുക്കുമെന്ന് യേശുവിനെ അറിയാമായിരുന്നു. എന്നിട്ടും യേശു ആ സ്ത്രീക്ക് പാപമോചനം നൽകി അവളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കർത്താവ് കാണാതെ പോയ ഒറ്റയാടിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഇടയനാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസിലൂടെ നാം കാണുന്നത്, 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയിലൂടെ നാം കാണുന്നത്, 5-ാം അധ്യായത്തിൽ ബെഥെസ്ദ കുളക്കരയിൽ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനിലൂടെ നാം കാണുന്നത്, 8-ാം അധ്യായത്തിലെ ഈ പാപമോചനം പ്രാപിച്ച വേശ്യാസ്ത്രീയിലൂടെ നാം കാണുന്നത്. യേശു വ്യക്തിപരമായി നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന, നമ്മെ അറിയുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം, കർത്താവിനെ ആശ്രയിക്കാം, കർത്താവിനെ അനുസരിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.